ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ അടുത്ത വർഷത്തിലേക്ക് കടന്നിട്ടില്ലേ. 2024 നമ്മോട് വിട പറയുകയും ചെയ്ത് 2025 നമ്മളിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഈ വർഷത്തിലെ ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാനുള്ള മടിയും അത് എഡിറ്റ് ചെയ്യാനുള്ള മടിയും കാരണമായിട്ട് അവിടെ നിന്നത്. അങ്ങനെ തന്നെ ഞാൻ ഒരു യാത്ര പോകുന്ന സമയത്ത് ഈ പാലം കണ്ടപ്പോഴേക്ക് വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അല്ലെങ്കിൽ ഇങ്ങനെയാണല്ലോ, അങ്ങനത്തെ ഓരോരോ സംഭവം കാണുമ്പോഴേക്ക് എന്താ പറയുക, എന്തോ ഭയങ്കര ഒരു ക്രേസിങ് ആണ്. അങ്ങനെ ഈ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ ഉമ്മച്ചി ഉംറക്ക് പോകുന്ന ആ ഒരു ദിവസം എയർപോർട്ടിലേക്ക് പോയ സമയത്താട്ടോ. കുറച്ച് ആൾക്കാർ കാറിൽ പോയപ്പോൾ ഞങ്ങളത് അങ്ങോട്ട് വെറൈറ്റി ആക്കി എടുത്ത്. ഞങ്ങളെന്ത് ചെയ്ത്, ബൈക്ക് പോകാമെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ബൈക്ക് എടുത്തിട്ട് പോയി. ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ബൈക്കിൽ പോയി വേഗം പോന്നു. ഇതിൽ ഷോർട്ട് കട്ട് വഴി ഉള്ളതുകൊണ്ട് ഷോർട്ടായിട്ട് പോയി വന്നിട്ടോ. അപ്പോൾ ബൈക്ക് എടുത്തതുകൊണ്ട് എനിക്ക് കുറച്ച് ഓട്ടുകയും ചെയ്യുക, അതേപോലെ ബാക്കിയും മൂപ്പര് കോട്ടാലോ എന്നുള്ളതിൽ അങ്ങനെ ബൈക്കിലാണ് പോയത്. ഇതെന്താണെന്നറിയോ സംഭവം വീഡിയോ എടുത്തത്? അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കില്ല എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോഴേക്ക് വീഡിയോ എടുക്കാതെ വെക്കാനൊരു ഒഴിവില്ല. കാരണം നമ്മളെ റയ്യാന് ഉമ്മച്ചിൻ്റെ കൂടെ പോകും. കാരണം ഓന് ഉമ്മച്ചിൻ്റെയും പപ്പച്ചിൻ്റെയും ഉമ്മമ്മൻ്റെയും പപ്പച്ചിൻ്റെയും മോനാണ്, ഞങ്ങളെ മോനല്ല. കാരണം പ്രസവിച്ചതും ഒക്കെ ഞാനാണെങ്കിലും ഓല കൂടെ കൂറ് ഫുള്ള് ഓലാണ്, ഞാൻ പുറത്തുമാണ്. അപ്പോൾ ഉംറക്ക് പോകുമ്പോൾ ഓനും പോകുന്നു പറഞ്ഞു കണ്ടത് ട്രോളിയുമ്പോൾ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ്. അങ്ങനെ ലാസ്റ്റ് അവിടെ എത്തിയപ്പോൾ പറയുന്നുണ്ട്, ഉമ്മച്ചി എന്നോട് പറഞ്ഞതല്ലേ രാവിലെ ഇന്നെയും കൊണ്ടുപോകുന്നിട്ട് എന്നെ പറ്റിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊണ്ടാക്കാൻ ഉമ്മച്ചിനെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാൻ പോയത്. കാരണം ഉമ്മച്ചിക്ക് 11 പേരക്കുട്ടികളാണ്. അതിൽ 3 ആളൊഴികെ ബാക്കി എല്ലാ പേരക്കുട്ടികളുണ്ട്. പിന്നെ ഒരേട്ടനും പിന്നെ ഞങ്ങൾ 2 ആളും കൂടി കേട്ടോ. അങ്ങനെ എയർപോർട്ടിലാക്കി ഉമ്മച്ചിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഞങ്ങൾ അവിടെ നിന്ന് വിട പറയാണ്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും വിട പറഞ്ഞ്, കോഴിക്കോടല്ലേ, കൊണ്ടോട്ടി എയർപോർട്ടിൽ നിന്നും വിട പറഞ്ഞതാണ് ഞങ്ങൾ പോരുക കേട്ടോ. അങ്ങനെ പോരുന്ന സമയത്ത് ഏതായാലും ഞാൻ കുറച്ച് വീഡിയോ എടുത്തിക്കണമല്ലോ, അതിൻ്റെ ബാക്കിയും കൂടി എടുക്കാൻ വിചാരിച്ച് അങ്ങനെ ബാക്കി കുറച്ച് വീഡിയോസും കൂടി എടുത്തതാണ്. പിന്നെ രാത്രി ഡ്രൈവിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഈ രാത്രി അതും ബൈക്കിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് എന്തോ ഭയങ്കര ഫേവറേറ്റുള്ളൊരു ഐറ്റം കേട്ടോ. അതേതായാലും ഇങ്ങനെ സാധിക്കുകയും ചെയ്യല്ലോ. അങ്ങനെ ഞങ്ങൾ ബൈക്കിൽ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഓട്ടുന്ന ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. ഞാൻ രാത്രി ഇട്ട സംഭവം, രാത്രി ഇട്ടാൽ നല്ല സുഖമാണ്. പക്ഷേ ലൈറ്റിൻ്റെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെ ഞാൻ കണ്ണട എടുക്കാൻ മറന്നുപോയിട്ടുണ്ട്. പക്ഷെ എന്നാലും വേണ്ടില്ല. പക്ഷേ ഞാനങ്ങനെ രാത്രി ആ ഒരാഗ്രഹം കൂടി അങ്ങോട്ട് നിറവേറ്റി. രാത്രി ഒരു പ്രത്യേക രസമാണല്ലോ വണ്ടി ഓട്ടുന്നത്. അങ്ങനെ ഞാൻ ബാക്കിലാളെ വെച്ച് ഞാനങ്ങനെ ഭയങ്കര സ്പീഡിലാട്ടോ പോകുന്നത്. അപ്പോൾ രാത്രി യാത്ര ചെയ്യുന്നത് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയ വർഷമൊക്കെ അല്ലേ, ഈ വർഷമെങ്കിലും ഒന്ന് കഴിച്ചിലാക്കി തരണം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കാൻ വേണേ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ സ്പീഡിൻ്റെ നോക്കുന്നത് കേട്ടോ. അത്രയൊക്കെ സ്പീഡിലാണ് പോകുന്നതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ആ സ്പീഡ് സൂചി എവിടെ ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. ഓ മൈ ഗോഡ്. എന്തായാലും വേണ്ടില്ല, ആപത്തൊന്നുമില്ലാതെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക. ബൈ. അസ്സലാമു അലൈക്കും.